നമസ്കാരം, ഞാൻ ആസിർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെക് 7 അംബാസഡർ മോഹൻ മാസ്റ്റർ ആണോ അതോ പേരോട് ഉസ്താദോ എന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി യൂട്യൂബിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് മെക് 7 കുറിച്ചാണ്. മലബാറിലെ പല പ്രദേശങ്ങളിലും മെക് 7 എന്ന പേരിൽ ഇസ്ലാമിക് യോഗ, അങ്ങനെ തന്നെ വിളിക്കാം, ഇസ്ലാമിക് യോഗ നടക്കുന്നുണ്ടെങ്കിലും അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് പേരോട് ഉസ്താദും CPMന്റെ മോഹനൻ മാസ്റ്ററും ഇതിൻ്റെ പിതൃത്വം SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും തലയിൽ കെട്ടിവെച്ചപ്പോഴാണ്. പേരോട് ഉസ്താദ് മെക് 7 ജമാഅത്തിലേക്ക് ആളെ കൂട്ടാനുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി കണ്ടപ്പോൾ CPM തീവ്രവാദവും ജമാഅത്തെ SDPI ബന്ധവും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി. മാസ്റ്ററുടെ പാർട്ടി വിശദമായി അന്വേഷിച്ചതിൽ നിന്നും അവർക്ക് മനസ്സിലായത് ഇതിൽ പ്രവർത്തിക്കുന്ന 2 പേര് SDPIക്കാരാണത്രേ. എന്തൊരു കണ്ടുപിടുത്തം! മൂപ്പരെ ഭാര്യ മുൻ MLA ലതികയാണ് വടകരയിലെ കാഫിറിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ പിന്നെ ഭർത്താവ് മോശക്കാരാൻ പറ്റില്ലല്ലോ. മെക് 7 ആദ്യം രൂപീകരിച്ചത് കൊണ്ടോട്ടി തുറക്കലാണ്. എൻ്റെ വീട്ടിൽ നിന്നും ഒരു 11 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ കേന്ദ്രത്തെക്കുറിച്ച് ഞാൻ അറിയാൻ മോഹനൻ മാസ്റ്ററും പേരോടൊക്കെ വേണ്ടി വന്നു. എന്ത് തന്നെയായാലും മെക് 7ന്റെ സംഘാടകർ ഇതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തേണ്ടത് പേരോട് ഉസ്താദിനും പിന്നെ CPMനുമാണ്. ഈ വാർത്തകൾക്ക് ശേഷം നാട്ടിൽ ജാതി മതഭേദമന്യേ നിരവധി പേർ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ഈ പണ്ട് SDPIയുടെ ആദ്യ രൂപമായിരുന്ന NDF ഒക്കെ ക്യാമ്പുകളൊക്കെ നടത്തിയിരുന്നത് ഞങ്ങളൊക്കെ തമാശയായിട്ട് പറയും, മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് അത് കാലിൻ്റെ ചുവട്ടിൽ മെഴുകുതിരി കത്തിച്ച് ആരും കാണാതെ വളരെ രഹസ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ മെക് 7 നടക്കുന്നത് അങ്ങനെ രഹസ്യമായിട്ടല്ല. സ്കൂൾ ഗ്രൗണ്ടിലും പരസ്യമായിട്ട് എല്ലാ മതവിഭാഗങ്ങളും എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇന്ന് അതിൻ്റെ പ്രവർത്തകരായിട്ടുണ്ട്. നാട്ടിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യം പറയാം, ഞാൻ SDPIക്കാരനോ അതിൻ്റെ അനുഭാവിയോ അല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആദ്യ രൂപമായ NDF ഒരു ലൈറ്റ് പോലും ഇല്ലാതെ മെഴുകുതിരി വട്ടത്തിൽ ക്ലാസും കായിക പരിശീലനം നടത്തുന്ന കാലത്ത് ആദ്യമായി അവരുടെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ ആസ്ഥാനമായ ഗ്രീൻ വാലിയിലും അതുപോലെ തന്നെ മഞ്ചേരിയിലെ സത്യസരണിയിലൊക്കെ രഹസ്യമായി പോയി അന്വേഷിച്ച് ആദ്യമായി വാർത്ത പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് ഞാൻ. അന്ന് എൻ്റെ പത്രാധിപത്യത്തിലുള്ള മലപ്പുറം വിശേഷത്തിലാണ് ഈ വാർത്ത ആദ്യമായിട്ട് വരുന്നത്. അന്ന് മഞ്ചേരിയിലെ NDFന്റെ നേതാവായ ഒരു പ്രമുഖ വക്കീലുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് 2 പണി അറിയുള്ളൂ, ഒന്ന് റിയൽ എസ്റ്റേറ്റും പിന്നെ എനിക്കതിൽ വക്കീൽ നോട്ടീസ് അയക്കലുമായിരുന്നു. മനുഷ്യനായി കാണാൻ കഴിയാത്ത ദുരിതവും ദുരന്തവും ഉണ്ടാകുമ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അതിൻ്റെ ഇരകളുടെ ജാതിയും മതവും ഉപജാതിയും EKയും APയും ജമായത്തും ഒക്കെ ബന്ധമന്വേഷിക്കുന്ന വർഗീയ മനസ്സുകൾക്ക് വളമിടുന്നത് SDPI ആയാലും RSS ആയാലും പുതിയ ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനയായ കാസ ആയാലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷെ കുറച്ചു കാലമായിട്ട് CPM ഒരു മതവിഭാഗത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് തീവ്രവാദവും വർഗീയതയും ആക്ഷേപിക്കുന്നത് BJPയേക്കാൾ വലിയ ഹിന്ദു പാർട്ടിയാണ് ഞങ്ങളെന്ന് തെളിയിക്കാനാണ്. മലപ്പുറത്തിൻ്റെ തീവ്രവാദ ബന്ധവും മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെറ്റുപെരുകി ജില്ല പാകിസ്ഥാനായി മാറുന്നതും ലവ് ജിഹാദുമെല്ലാം BJPക്ക് ആദ്യമായി ചൊല്ലിക്കൊടുത്തത് CPMന്റെ നേതാക്കളാണ്. മലപ്പുറം വർഗീയതയുടെ പ്രഭവ കേന്ദ്രമാണെന്ന് പറഞ്ഞവർ AK ആൻ്റണിയുടെ മതത്തിൽപ്പെട്ട, ചിലപ്പോൾ അവിടെ സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ടാകും, അവിടെ ജനിച്ചു വളർന്ന ഒരൊറ്റ ആൾ പോലും ഒരൊറ്റ വോട്ടർമാർ പോലും ഇല്ലാത്ത തിരൂരങ്ങാടിൽ നിന്ന് ആൻ്റണിയെ വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച ചരിത്രം മലപ്പുറത്തുണ്ടത് മറക്കരുത്. CPMന്റെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മുസ്ലിം ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ വിജയിപ്പിക്കാൻ വലിയ മതേതരത്വമൊക്കെ പ്രസംഗിക്കുന്ന CPMന് കഴിയുമോ? ഇനി മുസ്ലിം അല്ല, എവിടെയാണോ ആ പ്രദേശത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ നോക്കി അത് പള്ളിയും പട്ടക്കാരും ഒക്കെ പറയുന്നതനുസരിച്ചാണ് CPM സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ CPM അങ്ങാടി മരുന്നാണോ പച്ചമരുന്നാണോ എന്നറിയാത്ത യാതൊരു പാർട്ടി പാരമ്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികളെ പള്ളിയിൽ നിന്നും അരമനയിൽ നിന്നും അനുഗ്രഹം വാങ്ങി മത്സരിപ്പിച്ചതും BJP നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന അൻഫോസ് കണ്ണന്താനത്തെ CPM ടിക്കറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചതും CPM ആണെന്ന് മറക്കരുത്. മലബാറിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ UDFന് വോട്ട് ചെയ്യില്ലെന്ന്
അരമനയിൽ നിന്നും അരുളപ്പാടുണ്ടായപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കത്തിന് കൂട്ടുനിൽക്കാൻ UDF തയ്യാറായില്ല. എന്നാൽ ഈ മതേതരം പറയുന്ന CPM തിരുവമ്പാടിയിലെ തലമുതിർന്ന പലരെയും മാറ്റി നിർത്തി ക്രിസ്തുമതത്തിൽപ്പെട്ട പള്ളിക്കും പട്ടക്കാരനും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് അവിടെ ജയിപ്പിക്കുകയും ചെയ്തു. എവിടെയാണ് ഈ വിപ്ലവ പ്രസ്ഥാനത്ത് തെറ്റ് സംഭവിച്ചത്? പണ്ട് സത്യം നമ്മളൊക്കെ വിമർശിക്കുമെങ്കിലും എതിർ കക്ഷിയിലുള്ളവർക്ക് പോലും CPM നേതാക്കളെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. സത്യസന്ധന്മാരും മതേതര വിശ്വാസികളുമാണെന്ന ബോധ്യം അന്നുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞത് ഒരു മടിയും കൂടാതെ മാറ്റി പറയുന്നവരും അഴിമതിക്കാരെയും കള്ളന്മാരെയും കൊലപാതകികളെയും ഒരു മടിയും കൂടാതെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് ഉയർന്ന സ്ഥാനങ്ങളിൽ അവരോധിക്കുന്നത് ആണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അല്പമെങ്കിലും ഭേദം അതിൽ CPI ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര സീറ്റ് കൈമോശം വരാതിരിക്കാൻ പാലക്കാട് നിന്നും കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അന്ന് CPM ഏറെ പ്രചരണം നടത്തിയത് ഇത് BJP കോൺഗ്രസ് ധാരണ എന്നാണ്. വടകരയിൽ ഷാഫി ജയിച്ചാൽ ഒഴിവ് വരുന്ന പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ജയിപ്പിക്കുമെന്നായിരുന്നു അവരുടെ പ്രചരണം. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ വടകരയിൽ CPMന് നിലവിലുണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് 3% കൂടുതൽ വോട്ട് കുറയുകയാണ് ചെയ്തത്. ഇതിൽ 2.5% വോട്ട് BJPക്കാർ വർദ്ധിക്കുകയും ചെയ്തു. അതായത് വടകരയിൽ BJP നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത്. വടകര സീറ്റ് പിടിച്ചെടുക്കാൻ CPM എന്തൊക്കെ വൃത്തികെട്ട കളികളാണ് അന്ന് കളിച്ചത്. കാഫിർ വിവാദവും ടീച്ചറമ്മയുടെ മോർഫിങ്ങും കരച്ചിലും നമ്മുടെ റഹീമിൻ്റെ വർഗീയ കൊടും വിഷവും ഇതൊന്നുമില്ലാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നേരിയ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിക്കുമായിരുന്നു. ആ ഷാഫിയാണ് CPMൻ്റെ ഈ കൈവിട്ട കളി കാരണം 1,20,000 വോട്ടിന് അവർ ജയിച്ചത്. വടകരയിൽ മാത്രമല്ല കേരളത്തിൻ്റെ 20 മണ്ഡലങ്ങളിലും CPMൻ്റെ ഈ വർഗീയ കാർഡ് CPMന് തന്നെ കനത്ത പാരയാവുകയാണുണ്ടായത്. ഇത് തന്നെയാണ് പാലക്കാട് സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തോട് പാലക്കാട്ടെ ഒരു പറ്റം കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്ന അതൃപ്തി CPM കുത്തിപ്പൊക്കിയ നീലപ്പെട്ടിയും മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച വർഗീയ പ്രചാരണ പരസ്യവും ഒക്കെ കോൺഗ്രസ്സുകാരെ ഒറ്റക്കെട്ടായി അണിനിരത്താനും പാലക്കാടിൻ്റെ മതേതര മനസ്സ് ഒറ്റക്കെട്ടായി UDFന് പിന്നിൽ അണിനിരക്കാനും നാണം കെട്ട തോൽവി, CPMയുടെ നാണം കെട്ട തോൽവി എന്ന് പറഞ്ഞാൽ കൂടാ, അതിദയനീയമായി 3ാം സ്ഥാനത്തേക്ക് CPM തള്ളിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സന്ദീപ് വാര്യർ BJPയുമായി ഇടഞ്ഞ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ എന്തൊക്കെ പ്രശംസകളായിരുന്നു സന്ദീപ് വാര്യരെ കുറിച്ച് CPM പറഞ്ഞത്. 2 കൈയും നീട്ടി CPMലേക്ക് അന്ന് സ്വാഗതം ചെയ്ത ആളുകളൊക്കെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്ന് അദ്ദേഹത്തിൻ്റെ നയവും കാഴ്ചപ്പാടൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ അദ്ദേഹം ഏറ്റുപറഞ്ഞിട്ടും അദ്ദേഹത്തെ കടുത്ത വർഗീയവാദിയായിട്ട് CPM ചിത്രീകരിച്ചു. സത്യത്തിൽ സന്ദീപ് വാര്യർ BJP വിട്ടതിൽ BJPയേക്കാൾ വേദന CPMനായിരുന്നു. സന്ദീപ് വാര്യരുടെ പഴയ പ്രസംഗങ്ങളും ലേഖനങ്ങളുമൊക്കെ മുസ്ലിം മാനേജ്മെൻറ്റ് പത്രങ്ങളിൽ മാത്രം പ്രസിദ്ധീകരിച്ചത് കണ്ട പാലക്കാട്ടുകാർ ചോദിച്ചത് ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ പാലക്കാട് സീറ്റ് ലഭിക്കുന്നതിന് മുമ്പ് പിണറായി വിജയനെയും CPMനെയും ഒക്കെ നിശിതമായി വിമർശിച്ച് ഡോക്ടർ സെലിൻ പ്രസംഗിച്ചതും അദ്ദേഹം എഴുതിയതൊക്കെ കോൺഗ്രസിൻ്റെ IT സെല്ലിൻ്റെ തലവനായിരുന്നു അദ്ദേഹം അന്ന്. ഇത് നമ്മൾ മാത്രമല്ല CPMൻ്റെ ഉള്ളിൽ തന്നെ പലരും അടക്കം പറയാൻ തുടങ്ങി. വർഗീയതയും ഭീകരവാദവും അക്രമമൊക്കെ ആര് നടത്തിയാലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ചില പ്രസ്താവനകളും പ്രവർത്തനങ്ങളും കേട്ടാൽ മുട്ടും കൈ ഇല്ലാത്തവൻ തള്ളവരിൽ ഇല്ലാത്തവനെ കളിയാക്കുന്നത് പോലെ തോന്നും. പ്രവാചക നിന്ദയുടെ പേരിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷെ കൈവെട്ടിയ SDPIക്കാരെ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ തീവ്രവാദികളും ഭീകരവാദികളും എന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ പാനൂരിൽ പിഞ്ചു കുട്ടികൾ വിദ്യാർത്ഥിയുടെ മുമ്പിൽ വെച്ച് BJP നേതാവ് ജയകൃഷ്ണൻ മാസ്റ്ററെ അതിക്രൂരമായി വെട്ടിക്കൊന്ന മാർക്സിസ്റ്റ് സഖാക്കളെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അക്രമവും കൊലപാതകവും ബോംബ് നിർമ്മാണം നടത്തുന്ന സംഘടനകളെ നിരോധിക്കുകയാണെങ്കിൽ RSSനും SDPIക്കും മുമ്പ് നിരോധിക്കേണ്ട സംഘടനയല്ലേ CPM? തളിപ്പറമ്പിൽ ഷുക്കൂർ എന്ന ചെറുപ്പക്കാരനെ താലിബാൻ മോഡലിൽ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് നേതാക്കൾ കൊല്ലാൻ ആഹ്വാനം ചെയ്തപ്പോൾ കൊല ചെയ്തതും, കാസർകോട്ട് ശരത് ലാലിൻ്റെ കൊലപാതകവും ഫസലിൻ്റെ കൊലപാതകം നടത്തിയിട്ട് അതുവഴി വർഗീയത ഇളക്കിവിടാൻ വേണ്ടി
രക്തം പുരണ്ട വസ്ത്രം അമ്പലനടയിൽ കൊണ്ടിട്ടതും TP ചന്ദ്രശേഖരനെ 50 വെട്ടി കൊല ചെയ്ത കാട്ടാളന്മാർ വന്ന വാഹനത്തിന് പിറകിൽ മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ചതും ഏറ്റവും അവസാനം വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് നിർമ്മിച്ച് അത് സ്വന്തം കയ്യിൽ നിന്ന് തന്നെ പൊട്ടിയതുമൊക്കെ കണക്കിലെടുക്കുമ്പോൾ CPM-നേക്കാൾ വലിയ തീവ്രവാദ ഭീകരവാദ സംഘടന വേറെയുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. CPM നശിച്ചു കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട്. പക്ഷേ ഈ പോക്ക് പോയാൽ ബംഗാളിനും ത്രിപുരയ്ക്കും പുറമെ കേരളം CPM-ന്റെ ശവപ്പറമ്പായി മാറുമെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തു തന്നെയായാലും ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു യോഗയായാലും ക്ലാസ് ആയാലും എക്സസൈസ് ആയാലും അതിനൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് എതിർക്കുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ അതിന് പിന്നിൽ ഇനി മറ്റാർക്കേലും വല്ല ഹിഡൻ അജണ്ടയുണ്ടെങ്കിൽ അത് SDPI ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും മറ്റാര് തന്നെ ആയാലും അതും എതിർക്കപ്പെടേണ്ടതാണ്. നമസ്കാരം.